എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണരും. തീർച്ച അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാം. സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ല. കാരണം ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിക്കും. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തിയുടെ പ്രവൃത്തികൾ, അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ അത് യാഥാർത്ഥ്യമാകും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് എന്ന് ലഭിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാകുമോ? നിങ്ങൾ ആ വ്യക്തിയെ കണ്ട അന്ന് മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാലോ മറ്റോ അത് ഇതുവരെ സാധ്യമായിട്ടില്ല. നിങ്ങളെ മനസ്സിലാക്കാനോ, നിങ്ങളെ സ്നേഹിക്കാനോ, നിങ്ങളെ ഉൾക്കൊള്ളാനോ, നിങ്ങളെ അറിയാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, സ്വർണവും പണവും അധികാരങ്ങളും ഭൗതികമായ അലങ്കാരങ്ങളൊന്നും വേണ്ട, എന്നെ ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ ശുദ്ധതയുണ്ടെങ്കിൽ അത് ന്യായമാണ്. നിങ്ങളുടെ മനസ്സിൽ ശുദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായം തന്നെയാണ്. ആ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടങ്ങൾ, സ്നേഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസം. നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്കൊപ്പം ആ വ്യക്തി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത്. അങ്ങനെ ഓരോ നിമിഷവും ആ വ്യക്തിയെ കാണാനും ആ വ്യക്തിയുമായിട്ട് ഇടപഴകുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു. അതങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എന്നും ആഗ്രഹിക്കുകയാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ന്യായമാണ്. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് ശക്തമായി പ്രാർത്ഥിക്കുക. എനിക്ക് ആ വ്യക്തിയെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വ്യക്തി എന്നെ ഒന്ന് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഞാൻ എത്തിയിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ തള്ളിക്കളയാൻ കഴിയാത്ത ഒരാളായിരുന്നെങ്കിൽ, ആ വ്യക്തി സ്നേഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. ആ ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാനേ കഴിയുന്നില്ല. ഇനി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരും. നിങ്ങൾ മനസ്സിൽ ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ആ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി പോസിറ്റീവായിട്ട്, ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നിങ്ങളെത്തും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി ഒരു പോസിറ്റീവ് എനർജിയായി വരികയാണ്. ആ വ്യക്തി ഓരോ നിമിഷവും ഇനി നിങ്ങളെക്കുറിച്ച് ആലോചിക്കും. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക, അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടശക്തിയോർത്ത്, ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് എനിക്കൊന്ന് കീഴടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം സാധ്യമാകാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു പരിഗണന നിങ്ങൾക്ക് ആ വ്യക്തി നൽകും. ഇതുവരെ ഇല്ലാത്ത ഒരിഷ്ടം ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. ഇനി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്, ആ ബന്ധം വളരുന്നതിന് ആരെങ്കിലും തടസ്സമാണെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തി
നിങ്ങളുടെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതങ്ങനെ കൊണ്ടുവരുന്നതോടുകൂടി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്തുകയായി. ഇനി ആർക്കും അത് തടയാൻ കഴിയില്ല. ഒരു കാരണവും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ആ വ്യക്തിക്ക് അറിയാനില്ല, കാണാനില്ല, മനസ്സിലാക്കാനില്ല. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെത്തുകയാണ്. ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്തത്ര വേഗതയിൽ. ആ വ്യക്തിക്ക് ഒരിക്കലും ഇനി നിങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങളെ തള്ളിക്കളയാൻ കഴിയാത്തത്ര വേഗതയിൽ, അത്രയും ആവേശത്തോടെ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്ന് നിങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി കാത്തിരിപ്പുകളില്ല. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുന്നു. നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ അവസ്ഥ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ നുണകളും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളും ഒന്നും ഇനി വിലപ്പോവില്ല. ആരൊക്കെ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചോ, ആരൊക്കെ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്നും മാറ്റിമറിക്കാൻ ശ്രമിച്ചോ, അവർ എന്തൊക്കെ നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ഇനി പഴങ്കഥകളാകുകയും നിങ്ങളെ ഹൃദയതുല്യം ആ വ്യക്തി സ്നേഹിക്കുകയും ചെയ്യും. ആ വ്യക്തിക്ക് ഇനി നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുന്നു. പതുക്കെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എത്തുകയാണ്. മുമ്പ് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ കാര്യങ്ങൾ, ആ അവസ്ഥകൾ തിരസ്കരിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ മുഖം, നിങ്ങളുടെ അവസ്ഥ, പിന്നീട് നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം ആ വ്യക്തി ഓരോന്നോരോന്നായിട്ട് അറിയുകയാണ്. ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ ഒരു സ്ഥാനം കിട്ടുകയും ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ചാൻസ്, അതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു വിയോജിപ്പ് ഉണ്ടാകില്ല. മുൻപുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, മുൻപുണ്ടായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അതെല്ലാം മാറി പോസിറ്റീവായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രതിസന്ധിയുമില്ലാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെത്തുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നിങ്ങൾ ഇത്ര കാലം ആഗ്രഹിച്ചൊരു വ്യക്തി, നിങ്ങൾ സ്വപ്നം കണ്ടൊരു വ്യക്തി, നിങ്ങളുടെ പേരൊന്ന് ആ വ്യക്തി വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളോട് ചിരിച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ആ വ്യക്തി ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. ഒരുമിച്ച് ആ വ്യക്തിയും നിങ്ങളും ഒന്നാണ്. നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിക്കുകയില്ലെന്നും നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുകയില്ലെന്നും പറഞ്ഞ് കളിയാക്കിയ ആളുകളുടെ മുമ്പിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൈയും പിടിച്ച് പോകാൻ കഴിയും. നിങ്ങളുടെ സ്വപ്ന സാഫല്യം നടക്കും തീർച്ചയായിട്ടും.